ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന ടോപ്പിക്കാണ് അർജന്റീന ഈജിപ്ത് മാച്ചിൽ അർജന്റീന റഫറിക്ക് എത്ര കൊടുത്തു, അർജന്റീനയുടെ കൂടെ റഫറി എടുക്കുക എത്ര പേര് കളിച്ചു എന്നൊക്കെ. സ്പോർട്സിനെ പറ്റി പറയാൻ ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് പേജ് അല്ലാത്തത് കൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്ലെയേഴ്സിൻ്റെയും പിന്നെ മറ്റു കുറച്ച് ഫാൻസിൻ്റെയും ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് നമുക്ക് ഇതിൽ കുറച്ച് പറയാം. 50-ാം മിനിറ്റ് വരെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് കളി ജയിച്ചു എന്ന് പറയുന്നിടത്തു നിന്നാണ് ഈജിപ്ഷ്യൻ പ്ലേയേഴ്സിനെ അവിടെ കയ്യിൽ നിന്നും കളി നഷ്ടപ്പെടുന്നത്. സ്വാഭാവികമായും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും ഒരു സങ്കടം ദേഷ്യമൊക്കെ ഫീൽ ചെയ്യും. ഈ ദേഷ്യം ഒരു അപകട സാധ്യതയായിട്ട് ബ്രെയിൻ മനസ്സിലാക്കുകയും അതുവഴി അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നീ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ഈ ഹോർമോൺസ് കാരണമാണ് നമ്മുടെ ബ്ലഡിൻ്റെ അളവ് കൂടുകയും ബ്ലഡ് പ്രഷർ കൂടാൻ കാരണമാവുകയും ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഈജിപ്ഷ്യൻ പ്ലേയേഴ്സിന് റെഡ് കാർഡ്, യെല്ലോ കാർഡ് എന്നിവ കിട്ടാൻ കാരണമായത്. ഇനി ഫാൻസുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ തങ്ങളുടെ ടീമിന് കിട്ടണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനം അവർക്ക് കിട്ടാതെ വരികയും ഓപ്പോസിറ്റുള്ള ടീമിന് അത് കിട്ടുകയും ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഫ്രസ്ട്രേഷൻ കൂടി ഹാലൂസിനേഷൻ എന്നുള്ള കണ്ടീഷനിലേക്ക് വരെ എത്തുന്നു. അങ്ങനെ വരുമ്പോൾ അടിച്ച ഗോൾ പുറത്തേക്കാണെന്ന് പറയുക, വെച്ച ഫോളുകൾ ഇല്ലയെന്ന് പറയുക, ഇല്ലാത്ത ഫോളുകൾ വെച്ചെന്ന് പറയുക, അവസാനം എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നതെന്ന് വരെ പറയും അവർ. ഈ ഒരു കണ്ടീഷന് അവരെ കുറ്റം പറയണ്ട, ആ ഒരു ഹെൽത്ത് കണ്ടീഷനാണ് അവരെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത്.